ബിസിനസ്സിലുള്ള നിങ്ങളുടെ അറിവും നിങ്ങളുടെ സ്കില്ലുമാണ് ഇന്നത്തെ നിങ്ങളുടെ വരുമാനം. നമ്മളുടെ ടാലൻസുകളെ കണ്ടെത്തുകയും ആ ടാലൻസുകളിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ യുവർ ടോപ്പ് ടാലൻസ്, നിങ്ങളുടെ ടോപ്പ് ടാലൻസ് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെ നമ്മളൊരു നിഷിൽ നിന്നൊരു മൈക്രോ നിഷ് കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് യു ക്യാൻ റീച്ച് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. Green Lives Coaching and Training Solution. ലയൺ സ്റ്റോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നത് സക്സസിൻ്റെ 3 സ്റ്റെപ്പ് സക്സസ് ഫോർമുല, അതുപോലെ തന്നെ സക്സസിൻ്റെ 4 വീലുകളെ കുറിച്ചായിരുന്നു. അതിൽ ഒന്നാമത്തെ വീല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എം, ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. അപ്പോൾ എന്ത് ടൈപ്പിലുള്ള മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാവണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ സെക്കൻഡ് വീൽ ഓഫ് SUV വെഹിക്കിൾ, സക്സസ് യൂട്ടിലിറ്റി വെഹിക്കിളിൻ്റെ രണ്ടാമത്തെ വീലാണ് ആക്ച്വലി സ്കിൽ സെറ്റ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യെസ്, ദാറ്റ് ഈസ് യുവർ സ്കിൽ സെറ്റ്. സാധാരണ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അവരോട് പറയാറുണ്ട്, എന്താണ് ആക്ച്വലി അവരോട് ചോദിക്കും, നിങ്ങൾ എത്ര സാലറിയാണ്, എത്ര ശമ്പളമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അവരൊരു ഡ്രീം വേൾഡിലായിരിക്കും. അവർ പറയും ഞങ്ങൾക്ക് 1 lakh വേണം, 2 lakhs വേണം, 5 lakhs ആണ്. ഇങ്ങനെ പലപ്പോഴും അവരുടെ ഡ്രീമിലുള്ള ഒരു ഇൻകം ആണ് അവർ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ അവരോട് പറയാറുള്ളത്, നിങ്ങൾക്കൊരു 1 lakh ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട് ഈസ് യുവർ കെ ആൻഡ് വാട്ട് ഈസ് യുവർ യെസ്. എന്താണ് നിങ്ങളുടെ കെ, എന്താണ് നിങ്ങളുടെ യെസ്, എന്താണ് നിങ്ങൾക്ക്. ഡു യു ഹാവ് 1 lakh കെ, ഡു യു ഹാവ് 1 lakh യെസ്, ദാറ്റ് ഈസ് യുവർ ഇൻകം എന്ന് സാധാരണ പറയാറുണ്ട്. അതായത് നമ്മളുടെ നോളജ് എത്രമാത്രം കൂടുന്നുവോ, എത്രമാത്രം നമുക്ക് ഇൻകം കൂടുന്നുവോ, അത്രമാത്രം നമ്മളെ ഏണിങ്സ് കൂടും. ദ പേഴ്സൺ ഹൂ നോസ് ദ മോർ ഹി ക്യാൻ ഏൺസ് ദ മോർ എന്നാണ്. ആർക്കാണോ കൂടുതൽ അറിവുള്ളത് അവൻ കൂടുതൽ ഏൺ ചെയ്യുന്നു, ആർക്കാണോ കൂടുതൽ അറിവുള്ളത് അവൻ കൂടുതൽ കരസ്ഥമാക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒന്ന് നോളജാണ്, രണ്ടാമത് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത് സ്കില്ലാണ്. നമ്മളുടെ സ്കില്ല് എത്ര കൂടുന്നുവോ അത്രമാത്രം. ഇപ്പോൾ ഞാൻ എന്ന് ഏൺ ചെയ്യുന്നത് വാട്ട് ഈസ് മൈ നോളജ് ആൻഡ് വാട്ട് ഈസ് മൈ സ്കിൽ, ദാറ്റ് ഈസ് മൈ ഇൻകം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രാഫ്റ്റിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലുള്ള നിങ്ങളുടെ അറിവും നിങ്ങളുടെ സ്കില്ലുമാണ് ഇന്നത്തെ നിങ്ങളുടെ വരുമാനം. അപ്പോൾ നമുക്ക് വരുമാനം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പറയും സക്സസ് പെൻറ്റഗോൺ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കില്ല്. നമ്മളുടെ സ്കില്ല് കൂട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ്, വാട്ട് ആർ യുവർ യുണീക്ക് സ്കിൽ സെറ്റ്? നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. വാട്ട് മേക്സ് യു യുണീക്ക്, വാട്ട് ആർ യുവർ യുണീക്ക് സ്കിൽ സെറ്റ്? എന്തൊക്കെയാണ് നിങ്ങളുടെ യുണീക്കായിട്ടുള്ള സ്കില്ലുകൾ, എന്തൊക്കെയാണ് നിങ്ങളെ യുണീക്കാക്കുന്നത് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ട് ഈസ് ലയണൽ മെസ്സിസ് സ്കിൽ സെറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ലയണൽ മെസ്സിൻ്റെ സ്കില്ല് എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സിക്ക് ഗോളടിക്കാനുള്ള, ട്രിപ്ലിങ് ചെയ്ത് ഗോളടിക്കാനുള്ള, ഷൂട്ട് ചെയ്യാനുള്ള സ്കില്ല് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വേൾഡ് ഫുട്ബോളറാണ് ലയണൽ മെസ്സി. അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അല്ലെങ്കിൽ നെയ്മർ. ഇങ്ങനത്തെ ലോക ഫുട്ബോളേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗോളടിക്കാനുള്ള ഇവരുടെ സ്കില്ലാണ് ആക്ച്വലി അവരെ വേൾഡ് ഫുട്ബോളർ ആക്കുന്നത്. അപ്പോൾ ഓരോ ഏരിയയിലുള്ള ഒരാളുടെ സ്കില്ലാണ്. ഇപ്പോൾ ലയണൽ മെസ്സിക്ക് ലോകത്തുള്ള മറ്റു ഫുട്ബോളറെക്കാട്ടിലും ഗോളടിക്കാനുള്ള ലയണൽ മെസ്സിൻ്റെ സ്കില്ലാണ് ലയണൽ മെസ്സിനെ ഒരു ഗെയിം ചേഞ്ചറാക്കി മാറ്റുന്നത്. ഇതുപോലെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ സ്കിൽ സെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാനുള്ള സച്ചിൻ്റെ സ്കില്ലാണ് സച്ചിനെ യുണീക്കാക്കുന്നത്. അതിൽ തന്നെ സച്ചിന് ബാറ്റ് ചെയ്യാനറിയാം, അല്ലെങ്കിൽ ബോൾ ചെയ്യാനറിയാം, മറ്റുള്ള പല മേഖലകളും തിളങ്ങിയിട്ടുണ്ടെങ്കിലും സച്ചിൻ്റെ പ്രധാന സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വന്നിട്ട് ഏത് ഫാസ്റ്റ് ബോളറെയും, എത്ര ഫാസ്റ്റസ്റ്റ് ബോളറാണെങ്കിലും അതിനെ ബാറ്റ് ചെയ്ത് അതിൽ ലോക റെക്കോർഡുകൾ സ്ഥാപിച്ച ബാറ്റിങ്ങിലുള്ള സച്ചിൻ്റെ സ്കില്ലാണ് സച്ചിനെ ആക്ച്വലി വേൾഡ് ക്രിക്കറ്ററാക്കി മാറ്റിയത്. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ KJ യേശുദാസ് ആവട്ടെ, അല്ലെങ്കിൽ AR റഹ്മാൻ ആവട്ടെ, അല്ലെങ്കിൽ മമ്മൂട്ടി ആവട്ടെ, അല്ലെങ്കിൽ മോഹൻലാൽ ആവട്ടെ, അല്ലെങ്കിൽ ലോകം കീഴടക്കിയ
ആരെടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലേഷ്യസ്കി അല്ലെങ്കിൽ മുഹമ്മദ് അലി ആവട്ടെ, ഇങ്ങനെ ലോക ഫുട്ബോളർ ആവട്ടെ, ലോക ക്രിക്കറ്റർ ആവട്ടെ, അല്ലെങ്കിൽ മ്യൂസിഷ്യൻ ആവട്ടെ, റഹ്മാൻ ആവട്ടെ, ഇവരെല്ലാം അവരെ ഗെയിം ചേഞ്ചേഴ്സ് ആക്കിയത് അല്ലെങ്കിൽ അവർ ടൈറ്റാൻസ് ആക്കിയത് അവരുടെ സ്കിൽ സെറ്റാണ്. ഇതാണ് സക്സസിൻ്റെ രണ്ടാമത്തെ വീൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സ്കിൽ സെറ്റ് എത്രമാത്രം കൂടുന്നുവോ, ശരിക്കും സ്കില്ലല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഐഡൻറ്റിഫൈ യുവർ ടാലൻസ്. നമ്മളുടെ ടാലൻസിന് റൈറ്റ് എ ലിസ്റ്റ് ഓഫ് യുവർ ടാലൻസ്. നമുക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ എന്താണ്? ഓരോ ആളുകൾക്കും ഓരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഓരോ കുട്ടിയും ആക്ച്വലി എന്താണ്, ഡയമണ്ടാണ്. എവറി ചൈൽഡ് ഈസ് എ ഡയമണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അനുസരിച്ചിട്ട് തന്നെ 9ഓളം ഇൻ്റലിജൻസ് ഉണ്ട്. അതന്നെ പിന്നെ 13ലേക്ക് എത്തി. അതന്നെ പിന്നെ അതുണ്ടാക്കിയ ആളെന്നെ പറഞ്ഞു ഓരോ കുട്ടിയും എന്താണ്, യുണീക്കാണ്. അപ്പോൾ നമ്മളുടെ ദൈവം തന്നിട്ടുള്ള നമ്മളുടെ ടാലൻറ്റുകളെ കണ്ടെത്തുകയും റൈറ്റ് എ ലിസ്റ്റ് ഓഫ് യുവർ ടാലൻസ്, നമ്മളുടെ ടാലൻസുകളെ കണ്ടെത്തുകയും ആ ടാലൻസുകൾ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ യുവർ ടോപ്പ് ടാലൻസ്. നിങ്ങളുടെ ടോപ്പ് ടാലൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം റൈറ്റ് എ ജനറൽ ലിസ്റ്റ് ഓഫ് യുവർ ടാലൻറ്റ്, ഒരു ജനറൽ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു 3-4 ടാലൻറ്റുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പ് ടാലൻറ്റുകളെയാണ് നമ്മൾ സ്കില്ലാക്കി മാറ്റേണ്ടത്. ടോപ്പ് ടാലൻറ്റിനെ ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഏകദേശം ഒരു 17ാമത്തെ വയസ്സ് മുതൽ തന്നെ ഒരു ട്രെയിനറായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഉണ്ടായ സ്കില്ലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ പുസ്തകമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം ഇംഗ്ലീഷാണ് പഠിപ്പിച്ചിരുന്നത്, പിന്നെ അത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലേക്ക് വന്നു, മോട്ടിവേഷൻ സ്പീക്കിങ്ങിലേക്ക് വന്നു, ഇപ്പോൾ ബിസിനസ് കോച്ചിങ്ങിലേക്ക് വന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 100ഓളം കമ്പനികൾക്ക് കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യാനും കഴിഞ്ഞ കോവിഡ് കാലം തൊട്ട് ഒരു 60ലധികം ബിസിനസ്സുകാർക്ക് പേഴ്സണൽ കോച്ചിങ് ചെയ്ത് എല്ലാ ദിവസവും 6 മണിക്കൂർ ഞാൻ എൻ്റെ സ്കില്ല് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ര തന്നെ നമ്മളെ ടോപ്പ് 10ലുള്ള 45ഓളം സംരംഭകർക്ക് നമ്മൾ ഗ്രൂപ്പ് കോച്ചിങ് കൊടുത്തു. 100ഓളം ആളുകൾക്ക് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കോച്ചിങ് കൊടുത്ത് ഞാൻ എൻ്റെ സ്കില്ല് പോളിഷ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ സ്കില്ല് പോളിഷ് ചെയ്യുന്നുവോ അത്രമാത്രം നമ്മൾ മാർക്കറ്റിൽ ഡിമാൻഡഡ് ആവും. നമ്മൾ എത്രമാത്രം സ്കില്ലുണ്ടോ അത്രമാത്രം നമ്മൾ ഡിമാൻഡഡ് ആവും. പക്ഷേ നമ്മളെപ്പോലെ സ്കില്ലുള്ള വേറെയും കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് ഉണ്ടാവും, നമ്മളെക്കാട്ടിലും സ്കില്ലുള്ള വേറെയും കോച്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ യുണീക്ക് ആക്കുന്ന എന്തെങ്കിലും ഒരു USP നമ്മൾ ബിസിനസ്സിൽ പറയും, അല്ലെങ്കിൽ സെയിൽസിൽ പറയും യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയും. അതിനെ നമ്മളൊരു നിഷിൽ നിന്നൊരു മൈക്രോ നിഷ് കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് യു ക്യാൻ റീച്ച് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. Green Lives Coaching and Training Solution.